Hello friends, welcome to Electron College. We discuss power amplifiers. Power amplifiers last topic last topic again objectives. അപ്പോൾ അതിലുള്ള വരുന്ന ടോപ്പിക്കാണ് നമ്മൾ പറഞ്ഞ പുഷ് പുൾ ആംപ്ലിഫയറിനെ കുറിച്ചാണ് മനസ്സിലായി. അതിൽ ക്ലോസ് ഓവർ ഡിസ്റ്റോർഷൻ എന്ന ടേം നമ്മൾ നോക്കിയിരുന്നു അല്ലേ. അപ്പോൾ എന്താണ് നമുക്ക് ക്രോസ് ഓവർ ഡിസ്റ്റോർഷനും അതിന് ബാക്കിയുള്ള 2-3 കാര്യങ്ങളും കൂടെ നോക്കാനുള്ളൂ. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. ഫസ്റ്റ് ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയറിൽ നമ്മൾ ഫോർവേഡ് ബയാസ്ഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇൻപുട്ട് സിഗ്നൽ ഫോർവേഡ് ബയാസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ both of the transistors will be non-conducting. Okay, രണ്ട് ട്രാൻസിസ്റ്ററുകളും നോൺ കണ്ടക്റ്റിംഗ് ആണെങ്കിൽ നോൺ കണ്ടക്റ്റിംഗ് ആണ് എപ്പോഴും when the input signal is approximately 0.5 വോൾട്ട് ആവുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ദിസ് ഫോംസ് എ ഡെഡ് ബാൻഡ് ഇൻ ദ ഇൻപുട്ട്. അപ്പോൾ ഈ സമയത്ത് ഒരു ഡെഡ് ബാൻഡ് പോലെയാണ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് പ്രൊഡ്യൂസസ് ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമ്മൾ ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ ഒക്കെ ചെയ്യാമെന്ന് പറയാം. Okay, അപ്പോൾ ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ occurs as a result of one transistor be cutting off before the other begins conducting. Okay, മറ്റേത് അടുത്ത രണ്ടാമത്തെ ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഫസ്റ്റ് ട്രാൻസിസ്റ്ററിനെ കട്ടിങ് ഓഫ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ഡിസ്റ്റോർഷനാണ് നമ്മൾ എന്ത് പറയുന്നത് ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ പറയുന്നത്. Okay, because it occurs during the time operation crossover from one transistor to the other. ആ ഒരു ചേഞ്ച് അതിന് ക്രോസ് ഓവർ എന്ന് പറയുന്നത് വൺ ട്രാൻസിസ്റ്റർ ടു ദ അതർ ഇൻ ദ പുഷ് പുൾ ആംപ്ലിഫയർ. പുഷ് പുൾ ആംപ്ലിഫയർ ഉണ്ടാകുന്ന ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചേഞ്ചിനാണ് നമ്മൾ ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ടു എലിമിനേറ്റ് ദ ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ ഇറ്റ് ഈസ് നെസസറി ടു ആഡ് എ സ്മോൾ എമൗണ്ട് ഓഫ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇത് എലിമിനേറ്റ് ചെയ്യണം. നമുക്ക് 0.5 എന്നുള്ള കാര്യം കുറച്ചും കൂടി കൂട്ടണം അല്ലേ. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ടു എലിമിനേറ്റ് ദ ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ ഇറ്റ് ഈസ് നെസസറി ടു ആഡ് എ സ്മോൾ എമൗണ്ട് ഓഫ് ഫോർവേഡ് ബയാസ് അല്ലേ. ആ ഫോർവേഡ് ബയാസിൽ കുറച്ചും കൂടി ആഡ് ചെയ്യുക ടു ടേക്ക് ദ ട്രാൻസിസ്റ്റർ ടു ദ ആവറേജ് ഓഫ് കണ്ടക്ഷൻ ഓർ സ്ലൈറ്റ്ലി ബിയോണ്ട്. കണ്ടക്ഷൻ സാധിക്കുന്ന തരത്തിലേക്ക് ഫോർവേഡ് ബയാസ് അല്ലെങ്കിൽ കുറച്ച് സ്മോൾ എമൗണ്ട് ഓഫ് ഫോർവേഡ് ബയാസ് ആഡ് ചെയ്യുക. അല്ലെങ്കിൽ അതിന് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. ഓക്കെ, ഇങ്ങനെ ദിസ് സ്ലൈറ്റ്ലി ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ സ്ലൈറ്റ്ലി ലോവേഴ്സ് ദ എഫിഷ്യൻസി ഓഫ് ദ സർക്യൂട്ട്. ഓക്കെ, ദസ് ദർ ഈസ് എ വേസ്റ്റേജ് ഓഫ് സ്റ്റാൻഡ് ബൈ പവർ. ബട്ട് എന്ത് കുറയ്ക്കും, അത് ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ പ്രോബ്ലം കുറയ്ക്കും. പക്ഷേ ഇങ്ങനെ എഫിഷ്യൻസി കുറയാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അത് പവറും കൂട്ടും. പക്ഷേ ഈ ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞ പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാൻ ഇതാണ് ഒരു മാർഗം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ഫിഗർ പോലെ വരയ്ക്കുവാണെങ്കിൽ എന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളൊരു ഇൻപുട്ട്. ഓക്കെ, ഇത് നമ്മളൊരു ഇൻപുട്ടാണ് ഒമേഗ ടി. ഓക്കെ, ഇത് വി ഐ ആണെങ്കിൽ ഇതാണ് നമ്മുടെ വി ബി ഇ1 എന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ വി ബി ഇ2 എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് സമയത്ത് വാട്ട് ഹാപ്പൻസ് ഈസ് ഓക്കെ, ഇവിടെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഒരു പ്രശ്നങ്ങളുണ്ട്. നമ്മളെ കൃത്യമായി കിട്ടുന്നില്ല നമുക്ക് ഔട്ട്പുട്ട്. ഇവിടെ ഒരു ചെറിയൊരു സർക്കിൾ പോലെ. ഓക്കെ, ഈ ഒരു ഫിനോമിനൽ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഒരു ഇതിനാണ് നമ്മൾ ഇതൊരു പൈയിലൊക്കെ അറിയുന്ന സാധനം, ഇതൊരു 2 പൈയിലൊക്കെ അറിയുന്ന സാധനം. ഓക്കെ, അപ്പം ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാവും മനസ്സിലായല്ലോ. കാരണം 0.5 വരെ പോകുന്നുള്ളൂ, ബയാസിങ് ഒന്നും നടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അതിനെ കുറച്ച് ഫോർവേഡ് ബയാസ് കൊടുത്തിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന പ്രശ്നം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നത് അതിൻ്റെ എന്തുകൊണ്ടാണ് നമ്മൾ ഓഫ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ നമ്മൾ രണ്ട് ട്രാൻസിസ്റ്റർ സമയത്തും എന്താ പ്രശ്നം പറ്റുക വെച്ചാൽ അതിൽ ഇൻസഫിഷ്യൻറ്റ്, നിങ്ങളോട് ചിലപ്പോൾ ചോദ്യമായിട്ട് ചോദിക്കണേ, ഇറ്റ് ഈസ് ഹാവിങ് ഇൻസഫിഷ്യൻറ്റ് കട്ട് ഇൻ വോൾട്ടേജ്. അത് ഈ കട്ട് ഇൻ വോൾട്ടേജ് ഇൻസഫിഷ്യൻ്റ് ആകുമ്പോൾ ഒക്കെ ചെയ്യുന്നൊരു ഫിനോമിനനാണ് എന്ത് ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇൻസഫിഷ്യൻറ്റ് കട്ട് ഇൻ വോൾട്ടേജ് ഒക്കെ ചെയ്യുന്ന സമയത്തുള്ള ഒരു സാധനമാണ് എന്ത് ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ. ക്ലിയർ ആണോ? ഓക്കെ, അതാണ് നമ്മൾ പഠിക്കാനുള്ള ഒരു പോയിന്റ്. ഓക്കെ,
ഇനി നമ്മൾ ജസ്റ്റ് ക്ലാസ് എ ബി പുഷ് പുൾ ആംപ്ലിഫയർ സിമ്പിളി ജസ്റ്റ് പറയാനേ ഉള്ളൂ, കുറച്ച് കാര്യങ്ങൾ സർക്യൂട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, കാരണം അത് സർക്യൂട്ടൊന്നും ആയിട്ട് അങ്ങനെ നോക്കണമെന്നില്ല, നമ്മൾ ജസ്റ്റ് അറിഞ്ഞാൽ മതിയാവും. കുറച്ച് 2-3 പോയിന്റ്സ് നമുക്ക് നോക്കാം. ബേസിക് സർക്യൂട്ട് സെയിം ആസ് ദാറ്റ് ഓഫ് ക്ലാസ് എ പോലെ തന്നെ സർക്യൂട്ട് എക്സെപ്റ്റ് ദാറ്റ് എന്താണ് നമ്മുടെ വോൾട്ടേജ് ഡ്രോപ്പ്, അതായത് റെസിസ്റ്ററിൽ എന്താണ് വോൾട്ടേജ് R2 ഈസ് സോ അഡ്ജസ്റ്റഡ് ദാറ്റ് ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു കട്ടിൻ വോൾട്ടേജിലേക്ക് ഈക്വൽ ആക്കണം. അപ്പോൾ ഏത് ഓപ്പറേഷനാവും? ക്ലാസ് എ ബി. ഓക്കെ, ഈ ക്ലാസ് എ ബിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ. ക്ലാസ് എ ബി ആകുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ ഈ കട്ടിൻ വോൾട്ടേജിലേക്ക് എത്തിക്കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ് എന്താണ്? നമുക്ക് എന്ത് കുറയ്ക്കാം? നമുക്ക് ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ കുറയ്ക്കാം, നമ്മൾ പറഞ്ഞതാണല്ലോ. അപ്പോൾ അതാണ് ഒരു പോയിന്റ് കേട്ടോ. പിന്നെ അതാ കളക്ടർ കറണ്ട് ഫ്ലോസ് ഫോർ മോർ ദാൻ ഹാഫ് ദ സൈക്കിൾ ഓഫ് ദ ഇൻപുട്ട് സൈക്കിൾ ബട്ട് ലെസ് ദാൻ കംപ്ലീറ്റ് സൈക്കിളിനെക്കാട്ടി കുറവാണ്. ഡിസ്റ്റോർഷൻ ഈസ് ലെസ് ദാൻ ദാറ്റ് ഇൻ ക്ലാസ് ബി. ക്ലാസ് ബി പുഷ് ഇതാണ് ചിലപ്പോൾ ചോദിക്കുക കേട്ടോ ഈ ഒരു കമ്പാരിസൺ. ക്ലാസ് ബിനെക്കാട്ടിയും ഡിസ്റ്റോർഷൻ കുറവാണ്, പക്ഷേ ക്ലാസ് എനെക്കാട്ടിയും കൂടുതലാണ്. ഓക്കെ, ക്ലാസ് എ ബിയും കമ്പയർ ചെയ്യുമ്പോൾ ക്ലാസ് എ ബിയിലെ ഡിസ്റ്റോർഷൻ കുറവാണ്, പക്ഷേ ഏതിനെക്കാട്ടിയും ക്ലാസ് എ ബിയിൽ ഏതിനെക്കാട്ടിയും കൂടുതലാണ്? ക്ലാസ് എനെക്കാട്ടിയും ഡിസ്റ്റോർഷൻ എന്ത് ചെയ്യാണ്? കൂടുതലാണ് ക്ലാസ് എ ബിയിൽ. ഓക്കെ, പിന്നെ ഇത് ഡ്രോബാക്ക് എന്താ വെച്ചാൽ ഡ്രോബാക്ക് ഓഫ് ക്ലാസ് എ ബി ഇൻ കമ്പാരിസൺ ടു ക്ലാസ് ബി ഈസ് ലോവർ കൺവേർഷൻ എഫിഷ്യൻസി ആൻഡ് വേസ്റ്റേജ് ഓഫ് സ്ട്രാൻഡേർഡ് പവർ. അതെന്തുകൊണ്ടാണ് പറയാൻ കാരണം? അതായത് ഇത് എന്ത് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്? ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ ക്ലാസ് എ ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് വേസ്റ്റേജ് ഓഫ് പവറും കൺവേർഷൻ എഫിഷ്യൻസിയും കുറയുന്നത്. ഇനി അതുമല്ല, അങ്ങനെ വേണമെങ്കിൽ പറയേണ്ട നമ്മൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? നമ്മൾ ഈ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഫോർവേഡ് ബയാസ്ഡ് ആഡ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്താൽ മതി ക്ലാസ് എ ബി ആംപ്ലിഫയർ എന്ത് എലിമിനേറ്റ് ചെയ്യാന്ന് ചോദിച്ചാൽ ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ എലിമിനേറ്റ് ചെയ്യണം. ആ പോയിന്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് വെച്ചോ കേട്ടോ. അടുത്ത് ഫേസ് സ്പ്ലിറ്റർ സർക്യൂട്ട്. ഓക്കെ, ഫേസ് സ്പ്ലിറ്റർ സർക്യൂട്ട് നമ്മൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് ഇൻവേർട്ടർ എന്നും പറയാറുണ്ട് ഇതിന്. ഓക്കെ, ഫേസ് സ്പ്ലിറ്ററിനും ഫേസ് ഇൻവേർട്ടർ എന്നും പറയാറുണ്ട്. ഓക്കെ, ഇതെന്താ വെച്ചാൽ ഇപ്പം ഫേസ് ഇൻവേർട്ടർ സ്പ്ലിറ്ററിൻ്റെ ജസ്റ്റ് സർക്യൂട്ട് ഞാൻ ചെറിയൊന്ന് വരച്ചു തരാം, എന്നിട്ട് അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇത് 2 റെസിസ്റ്റർ ഉണ്ട് ഇവിടെ, ഇത് R1 ഇത് R2. ഓക്കെ, നമ്മൾ R1 R2 ഇത് RC ഇതെന്താണ് RE. ഓക്കെ, C2 ഇതെന്താണ് C1. ഓക്കെ, ഇതാണ് C ഇതാണ് E. ക്ലിയർ? അപ്പം ഇതിലെന്താണ് ഇത് C എന്നാന്ന് പറയാം, ഇതിൻ്റെ ക്രോസ് ആണ് നമ്മൾ പ്ലസ് VCC. ഓക്കെ അല്ലേ? അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് ഇതാണ് നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ. ഇത് കറക്റ്റാണ്, ഇത് കറക്റ്റ് സൈൻ വേവ് ആണ്, ഇത് വരക്കും ഇങ്ങനെ ആയി പോകുന്നതാണ്. ഓക്കെ, ഇത് കറക്റ്റ് സൈൻ വേവ് ആണ് കേട്ടോ. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഇൻപുട്ട് സിഗ്നൽ എങ്കിൽ ഫേസ് സ്പ്ലിറ്ററാണ് അല്ലേ. അപ്പോൾ എന്താ വെച്ചാൽ 2 എണ്ണം വരും. ഇതാ ഇവിടെ ഒരു സാധനം, സിമിലർലി ഇത്. ക്ലിയർ? ഇതാണ് നമ്മളുടെ പുഷ് പുള്ളിലേക്കുള്ള ഇൻപുട്ട് ടു പുഷ് പുൾ. ഓക്കെ, പുഷ് പുള്ളിലേക്കുള്ള ഇൻപുട്ട്. ക്ലിയർ ആണല്ലോ? ഇതാണ് ഇതിൻ്റെ സർക്യൂട്ട് വരിക. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ജസ്റ്റ് ഇവിടെ നോട്ട് ചെയ്യുക. ഇൻ എ പുഷ് പുൾ ആംപ്ലിഫയർ സർക്യൂട്ട് ആൻഡ് ഇൻപുട്ട് ട്രാൻസ്ഫോമർ ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് ദ പൊളാരിറ്റി ഇൻവേർഷൻ. ഒരു ഇൻപുട്ട് ട്രാൻസ്ഫോമർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു ഇൻപുട്ട് ട്രാൻസിസ്റ്റർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫോമർ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തിനാണ്? ഈ പൊളാരിറ്റി ഇൻവേർഷൻ നടത്താൻ. ഏതൊക്കെ തമ്മിൽ? 2 ഇൻപുട്ട് സിഗ്നൽസ് തമ്മിലുള്ള പൊളാരിറ്റി ഇൻവേർഷൻ നടത്താൻ വേണ്ടി ചെയ്യുന്നുണ്ട്. പക്ഷേ ട്രാൻസ്ഫോമർ എക്സ്പെൻസീവ് ബൾക്കിയുമാണ്. ഓക്കെ, ദ സെയിം റിസൾട്ട് മേ ബി അച്ചീവ്ഡ് ബൈ യൂസിങ് എ സർക്യൂട്ട് കോൾഡ് ഫേസ് സ്പ്ലിറ്റർ അല്ലെങ്കിൽ ഫേസ് ഇൻവേർട്ടർ. അപ്പോൾ ഇങ്ങനെ ഈ ഇൻവേർഷൻ നടത്താൻ വേണ്ടിയുള്ളൊരു സർക്യൂട്ടാണ് ഏതെന്ന് ചോദിച്ചാൽ മതി. ഏതെന്ന് പറഞ്ഞാൽ മതി നിങ്ങൾ ഫേസ്. നമ്മളല്ലെങ്കിൽ വെച്ചാൽ ഒരു ട്രാൻസ്ഫോമർ സാധാരണ പുഷ്പുള്ളൊക്കെയാണ് ഇൻപുട്ട് ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ട് മാത്രമേ ഫേസ് ഇൻവേർഷൻ നടത്താൻ പറ്റുള്ളൂ. ആ ട്രാൻസ്ഫോമറിൻ്റെ കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് നമ്മൾ എന്ത് ഫേസ് സ്പ്ലിറ്റർ അല്ലെങ്കിൽ ഒരു ഫേസ് ഇൻവേർട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അത്ര പോയിന്റ് സ്റ്റിക്ക് ഓൺ ചെയ്താൽ മതി. നമ്മൾ അധികം അതിൽ ഡീറ്റെയിൽ ആയിട്ട് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഇനി അടുത്തത്
നമ്മൾ പറയുന്നത് കോംപ്ലിമെൻ്ററി സിമെട്രിയാണ്. ഓക്കെ, കോംപ്ലിമെൻ്ററി സിമെട്രീനെ കുറിച്ചാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, അടുത്ത് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, നമ്മൾ കോംപ്ലിമെൻ്ററി സിമെട്രീനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു സർക്യൂട്ട് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, അപ്പോൾ സർക്യൂട്ട് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് കോംപ്ലിമെൻ്ററി സിമെട്രി പുഷ് പുൾ ക്ലാസ് ബി ആംപ്ലിഫയറിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. കോംപ്ലിമെൻ്ററി സിമെട്രി പുഷ് പുൾ ക്ലാസ് ബി ആംപ്ലിഫയർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ചെറിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കുള്ളൂ. അതിൽ കോംപ്ലിമെൻ്ററി സിമെട്രി ഒക്കെ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ കേട്ടോ. R1 R2 R3 പിന്നെ R4 4 ഉണ്ട് കേട്ടോ. R3 R2 R1. ഓക്കെ, അപ്പോൾ ഇത് C1, ട്രാൻസിസ്റ്റർ, ഇതാണ് C2, ഇത് C ഇൻപുട്ട് 1. ഓക്കെ, ഇൻപുട്ടിലേക്ക് പോവാം കേട്ടോ. ഓക്കെ, ഇതാണ് PNP. കോംപ്ലിമെൻ്ററി പ്രത്യേകിച്ച് 2 ട്രാൻസിസ്റ്റർ ഉണ്ടാവും, അതായത് Q1 ഉണ്ട് Q2 ഉണ്ട്, പക്ഷേ അത് സെയിം അല്ല, രണ്ടും കോംപ്ലിമെൻ്ററി ആണ്. ഒരു NPN ആണെങ്കിൽ ഒരെണ്ണം എന്താണ് PNP ആണ് കേട്ടോ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, ഇതാണ് VCC1, ഇതാണ് എന്ത് VCC2. ഓക്കെ, ഇതാണ് +/- NPN. ഓക്കെ, ഇത് R1 R2 R3 R4. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ R2 R3 ഗ്യാപ്പിൽ ഇവിടെ ഗ്രൗണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് രണ്ടും ഒരു കോമൺ ഇൻപുട്ട് വോൾട്ടേജിലേക്കാണ് പോവുക. അതാണ് നമ്മുടെ എന്ത് Vin. ഓക്കെ, ഇവിടത്തേക്ക് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇൻപുട്ട് സിഗ്നൽ കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മളൊരു കോംപ്ലിമെൻ്ററി സിമെട്രീൻ്റെ ഒരു ചെറിയൊരു സ്കീമാറ്റിക്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ദ യൂസ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ്, അതായത് നമ്മൾ ട്രാൻസ്ഫോമേഴ്സിൻ്റെ നമ്മളെപ്പോഴും ട്രാൻസ്ഫോമറിൻ്റെ യൂസ് വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, ദ യൂസ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ് അറ്റ് ദ ഇൻപുട്ട് ആസ് വെൽ ആസ് ദ ഔട്ട്പുട്ട്സ്. ഓക്കെ, ഔട്ട്പുട്ട്സ് ഇൻ ദ പുഷ് പുൾ ആംപ്ലിഫയർ സമയത്ത് നമ്മൾ ഇൻപുട്ട് ട്രാൻസ്ഫോമറുകൾ ഇൻപുട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് ബൾക്കി ആൻഡ് എക്സ്പെൻസീവ് ആണ്. അതൊക്കെ റെക്ടിഫൈ ആണ് ആക്ച്വലി ഇങ്ങനത്തെ കോംപ്ലിമെൻ്ററി സിമെട്രി ഫേസ് സ്പ്ലിറ്ററൊക്കെ വരുന്നത്. ഓക്കെ, വേറൊരു ഡ്രോബാക്ക് എന്താ വെച്ചാൽ ഇറ്റ് നീഡ്സ് 2 ഔട്ട് ഓഫ് ഫേസ് സിഗ്നൽ, 2 ഔട്ട് ഓഫ് ഫേസ് സിഗ്നൽ വേണം. ഓക്കെ, വിച്ച് നെസസിറ്റേറ്റ് ആൻ ഇൻപുട്ട് ടാപ്പ് ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ ഫേസ് ഇൻവേർട്ട് ആൻഡ് ദസ് മേക്ക് ദ സർക്യൂട്ട് ക്വൈറ്റ് കോംപ്ലിക്കേറ്റഡ്. ഓക്കെ, ഈ എല്ലാ സോ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനത്തെ ഒരു സർക്യൂട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, കോംപ്ലിമെൻ്ററി സിമെട്രി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ചെയ്യാം. ഇവിടെ 2 ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട് കോംപ്ലിമെൻ്ററി സിമെട്രി, അതായത് NPN നമ്മൾ, അതുപോലെ കോംപ്ലിമെൻ്ററി സിമെട്രി എന്ന് പറഞ്ഞാൽ ഒന്ന് NPN ഉം ഒന്ന് എന്താണ് PNP ആണ്. ഓക്കെ, ഇങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ അഡ്വാൻറ്റേജസ് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ സെയിം മെറ്റീരിയലും സെയിം റേറ്റിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനകത്ത് കണ്ടു റെസിസ്റ്ററുകൾ R1 R2 കുറേ റെസിസ്റ്ററുകളൊക്കെ കണ്ടു അല്ലേ. അപ്പോൾ R1 R2 എന്താ വെച്ചാൽ വോൾട്ടേജ് ഡിവൈഡർ ബയാസ് വേണ്ടിയിട്ടും voltage divider is used to provide the voltage divider bias to forward bias the emitter junction of transistor Q1. അതുപോലെ റെസിസ്റ്ററുകൾ R3 R4 എന്താണ് വോൾട്ടേജ് ഡിവൈഡർ ബയാസ് ഫോർ ദ ജംഗ്ഷൻ ഓഫ് ട്രാൻസിസ്റ്റർ Q2. ഓക്കെ, ഈ റെസിസ്റ്ററുകളൊക്കെ എങ്ങനെ സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ ദ റെസിസ്റ്റേഴ്സ് ആർ സോ സെലക്റ്റഡ് ദാറ്റ് അണ്ടർ 0 സിഗ്നൽ കണ്ടീഷൻ ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്താണ് കട്ട് ഓഫ് ആണ്. അതുപോലെ കട്ട് ഓഫ് ആവുന്നതുകൊണ്ട് തന്നെയാണ് നോ കറണ്ട് ഫ്ലോസ് ത്രൂ ഇറ്റ്. ഓക്കെ, പിന്നെ സിഗ്നൽ അപ്ലൈഡ് അക്രോസ് ദ ഇൻപുട്ട് ഗോസ് ടു ദ ബേസ് ഓഫ് ബോത്ത് ട്രാൻസിസ്റ്റർ. 2 ട്രാൻസിസ്റ്റർ എന്താവും ഓപ്പോസിറ്റ് ഹാഫ് സൈക്കിളിൽ വർക്ക് ചെയ്യുന്ന പോലെയാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ 2, അപ്പോൾ സിൻസ് ദ കളക്ടർ കറണ്ട് ഫ്ലോ ഫ്രം ഈച്ച് ട്രാൻസിസ്റ്റർ ഫ്ലോസ് ടു ദ ലോഡ് യൂസിങ് ഓൾട്ടർനേറ്റ് ഹാഫ് സൈക്കിൾ ഓഫ് ഇൻപുട്ട് സിഗ്നൽ, എന്താ ആവശ്യമില്ല നമുക്ക് സെൻട്രൽ ടാപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. 2 ഓപ്പോസിറ്റ് ആയിട്ട് തനിയെ തന്നെ 2 ട്രാൻസിസ്റ്റർ വെച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അതങ്ങ് ഓപ്പറേറ്റ് ചെയ്ത് പൊക്കോളും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ സെൻട്രൽ ടാപ്പിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇതുള്ളത് കൊണ്ട് തന്നെ ഇമ്പിഡൻസ് മാച്ചിങ് എന്ത് ചെയ്യാൻ പോസിബിൾ ആവും. നമുക്ക് സെൻറ്റർ ടാപ്പിംഗ് ഇല്ലാതെ തന്നെ നമുക്ക് ഇമ്പിഡൻസ് മാച്ചിങ് പോസിബിൾ ആവും. ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ 2 സപ്ലൈ വോൾട്ടേജ് വേണം അല്ലേ. 2 സപ്ലൈ വോൾട്ടേജ് ഉണ്ടെങ്കിൽ മാത്രമേ
നമ്മളെന്ത് വെച്ചാൽ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ അല്ലേ. പിന്നെ അടുത്തൊരു ഡ്രോബാക്ക് എന്ന് വെച്ചാൽ ഡിഫിക്കൽട്ടി ഓഫ് ഒബ്റ്റെയിനിങ് മാച്ച്ഡ് കോംപ്ലിമെൻ്ററി ട്രാൻസിസ്റ്റർ. ഇങ്ങനെ മാച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ NPN PNP ഒന്നും കറക്റ്റായിട്ട് ഒരേ പ്രോപ്പർട്ടിയുള്ള സാധനങ്ങളൊന്നും കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനത്തെ മാച്ചിങ് പ്രോസസ്സൊക്കെ കുറച്ച് പ്രശ്നങ്ങളായിട്ടുണ്ടാവും. ഓക്കെ, ഇഫ് എനി അൺബാലൻസ് ഹാപ്പൻസ് ഇൻ ദ ടു ട്രാൻസിസ്റ്റേഴ്സ് ഈവൻ ഹാർമോണിക്സ് വിൽ നോ ലോങ്ങർ ബി ക്യാൻസൽഡ്. ഓക്കെ, അൺബാലൻസ് ഉണ്ടായാൽ തന്നെ ഹാർമോണിക്സ് ഒന്നും ക്യാൻസൽ ആവില്ല, അതുകൊണ്ട് ഡിസ്റ്റോർഷൻ കൂടും. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റോർഷനും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇൻ പവർ ആംപ്ലിഫയേഴ്സ് ഈസ് ടു റെഡ്യൂസ്ഡ് ദ നോൺ ലീനിയർ ഡിസ്റ്റോർഷൻ. നോൺ ലീനിയർ ഡിസ്റ്റോർഷൻ ഒഴിവാക്കാൻ വേണ്ടി നെഗറ്റീവ് ഫീഡ്ബാക്ക് പവർ ആംപ്ലിഫയറിൽ യൂസ് ചെയ്യാറുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. നിങ്ങളിങ്ങനെ ഒരു കോംപ്ലിമെൻ്ററി സിമെട്രി സാധനം യൂസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നതുണ്ട് എന്ന് മാത്രം ഓർത്താൽ മതി. ഓക്കെ, ഇതിൻ്റെ ഒരു ചെറിയൊരു കമ്പാരിസൺ പറയുന്നതിന് മുന്നേ നമ്മളിതിൻ്റെ ചെറിയൊരു ഇത് വരക്കുവാണെങ്കിൽ, അല്ല നമ്മൾ ജസ്റ്റ് അഡ്വാൻറ്റേജുകൾ പറയുവാണെങ്കിൽ, നിങ്ങൾ ജസ്റ്റ് അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജെങ്കിലും പഠിച്ചു വെച്ചോളൂ കേട്ടോ. അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ബൈ യൂസിങ് യുവർ കോംപ്ലിമെൻ്ററി സർക്യൂട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്താവശ്യമില്ല, സെൻറ്റർ ടാപ്പിഡിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അതുപോലെ ബൈ ഓപ്പറേറ്റിംഗ് ബോത്ത് ട്രാൻസിസ്റ്റേഴ്സ് ഇൻ യുവർ CC കോൺഫിഗറേഷൻ ഇല്ലേ, അങ്ങനെ കോമൺ കളക്ടർ ട്രാൻസ്ഫിഗറേഷൻ ഇതുകൊണ്ട് തന്നെ നമുക്ക് സെൻറ്റർ ടാപ്പിൻ്റെ ലോഡ് സെക്ഷനിൽ സെൻറ്റർ ടാപ്പിന് നമുക്ക് എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യാം. ഓക്കെ, ഇതിന് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ ഇപ്പോഴും സ്റ്റിൽ അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അങ്ങനെ ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ അവിടെ തന്നെ ഉണ്ട്, അതിൽ മാറ്റങ്ങളൊന്നും വലിയ സംഭവിക്കുന്നില്ല. പക്ഷേ എന്താണ്, ഇങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജുകളും കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് നമ്മൾ ഇതിൽ നോട്ട് ചെയ്യാനുള്ളത്. നമ്മുടെ ക്ലാസ്സസ് ഓഫ് യുവർ ആംപ്ലിഫയേഴ്സിൽ നമ്മൾ നോട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി ഇതൊന്നും ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുക, ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായ കാര്യങ്ങളായിരിക്കും ചോദിക്കുക. അപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് പവർ ആംപ്ലിഫയറിന് ഒരു ടേബിൾ പഠിച്ചു വെച്ചാൽ മതി. ഈ ടേബിൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ടേബിൾ എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ, അതിൽ ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് നമ്മൾ പാരാമീറ്ററാണ് നോക്കേണ്ടത്. പിന്നെ നമ്മൾ ക്ലാസ് ABC നമുക്ക് 4 ക്ലാസ്സുകൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു കമ്പാരിസൺ നമുക്ക് എന്ത് ചെയ്യാം, നടത്താം. ഓക്കെ, അപ്പോൾ ഇതിൽ പാരാമീറ്റർ, ഓക്കെ, പിന്നെ ഇവിടെ ക്ലാസ് A, ഇവിടെ ക്ലാസ് B, ഇവിടെ ക്ലാസ് AB, ഇവിടെ ക്ലാസ് C. ഓക്കെ, ഇവിടെ നമ്മുടെ എന്താണ്, പാരാമീറ്ററാണ്. ഓക്കെ, പാരാമീറ്റർ എഴുതിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഫസ്റ്റത്തത് നമുക്ക് നോക്കാം, ആംഗിൾ ഓഫ് കണ്ടക്ഷൻ. ആംഗിൾ ഓഫ് കണ്ടക്ഷൻ ആംഗിൾ ഓഫ് കണ്ടക്ഷൻ നമ്മൾ Aൻ്റെ എത്രയാണ്, 360 Bൻ്റെ 150. ഇത് ഗ്രേറ്റർ ദാൻ 180 ആണ്, ബട്ട് ലെസ് ദാൻ 360 ABൻ്റെ അല്ലേ. ഇവിടെ എന്താണ്, ഇവിടെ ലെസ് ദാൻ 180 ക്ലാസ് C. അത് ഓർത്ത് വെച്ചോട്ടെ, ഈ ടേബിൾ പഠിച്ചാലും മതിയാവും. ഓക്കെ, അടുത്ത എഫിഷ്യൻസിനെ കുറിച്ചാണ് പറയാനുള്ളത് അല്ലേ. എഫിഷ്യൻസി എത്രയാണ്, 50%. നമ്മൾ ട്രാൻസ്ഫോമറിന് നമുക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ലോഡ് ആകുമ്പോൾ എത്രയാണ്, 25% അല്ലേ. 25% നമുക്ക് 50% വരെ എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് പഠിച്ചാൽ മതി. അടുത്ത ഇത് 78.5 ആണ്. ക്ലാസ് ABൻ്റെതും 78.5 തന്നെയാണ്. ഓക്കെ, ഇവിടുത്തെ ക്ലാസ് A ക്ലാസ് D എന്ന് പറഞ്ഞാൽ, ക്ലാസ് E എന്ന് പറഞ്ഞാൽ 95 ആണ്. നമ്മളിതൊരു പാർട്ടില്ല, 95 വരെ പോവാം കേട്ടോ. ക്ലാസ് D ആണെങ്കിലോ 90 നമ്മൾ നോക്കിയിട്ടുണ്ട് അല്ലേ. പിന്നെ അടുത്തത് പൊസിഷൻ ഓഫ് Q, ഓപ്പറേറ്റിംഗ് പോയിൻ്റ് ഓഫ് പൊസിഷൻ എവിടെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ക്ലാസ് Aയിൽ ചോദിക്കുന്നത് എക്സാക്ട്ലി അറ്റ് സെൻറ്റർ ഓഫ് ലോഡ്. ഓക്കെ, സെൻറ്റർ ഓഫ് ലോഡിൻ്റെ എക്സാക്ട്ലി നടുക്കാണ്. ഇവിടെ എന്താണ്, അപ്പം നമ്മളൊരു ആക്സിസ് പോലെ വരയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ വരും. ഓക്കെ, ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഈ കട്ട് ഓഫിൻ്റെ അടുത്തേക്കല്ലേ വരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ വരയ്ക്കുക, അതാ ഇവിടെ Q അല്ലേ. പിന്നെ ഇത് നോക്കുവാണെങ്കിൽ ഇതാ ക്ലാസ് AB നോക്കുകയാണെങ്കിൽ ഇവിടെ കട്ട് ഓഫിൻ്റെ അടുത്ത് തന്നെ, പക്ഷേ ജസ്റ്റ് അബോവ് ദ എക്സ് ആക്സിസ് എന്ന് പറയാം. ഓക്കെ, ഇനി ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് നോക്കുവാണെങ്കിൽ അതിൻ്റെ അടിയിലാണ്. ഓക്കെ, ബിലോ എക്സ് ആക്സിസ്. നമ്മൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ എക്സ് ആക്സിസിനെ വിത്ത് റെസ്പെക്ട് പറയുമ്പോൾ ഇത് ബിലോ എക്സ് ആക്സിസും ഇത് ജസ്റ്റ് അബോവ് എക്സ് ആക്സിസ് എന്ന് പറയാം. ഇത് ഓൺ എക്സ് ആക്സിസ് എന്നും പറയാം. ക്ലിയർ? ഇനി അടുത്ത ഡിസ്റ്റോർഷനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഡിസ്റ്റോർഷനൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെ ഡിസ്റ്റോർഷനൊന്നും ഇല്ലാത്ത ആംപ്ലിഫയർ വെച്ച ക്ലാസ് A. ഇവിടെ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് മോർ ദാൻ A ആൻഡ് AB. എൻ്റെയും AB നെക്കാട്ടിയും കൂടുതലാണ്.
ഓക്കെ, പക്ഷേ ഏതിനെക്കാട്ടിയും കുറവാണ്? ലെസ് ദാൻ ഏതാണ്? സിനെക്കാട്ടിയും കുറവാണ്. ഓക്കെ, പിന്നെ ഇപ്പുറത്ത് എ ബി ചോദിക്കുക, എ ബി പറയുകയാണെങ്കിൽ ലെസ് ഡിസ്റ്റോർഷൻ ദാൻ ബി ആൻഡ് സി. ഓക്കെ, ബിന് സിനെക്കാട്ടി കുറവാണ്, അതെന്ന് വെച്ചാൽ ബിനെ സിനെക്കാട്ടി കുറവാണ്. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ ഡിസ്റ്റോർഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറാണിത് കേട്ടോ, മാക്സിമം ഡിസ്റ്റോർഷൻ. ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചോദിക്കും മാക്സിമം ഡിസ്റ്റോർഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, പിന്നെ ഇതിൻ്റെ അപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. അപ്ലിക്കേഷൻ ജസ്റ്റ് നോട്ട് ചെയ്യുമ്പോൾ ഇത് എന്ന് വെച്ചാൽ ഔട്ട്ഡോർ മ്യൂസിക്കൽ സിസ്റ്റംസ് ഇങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഔട്ട്ഡോർ മ്യൂസിക്കൽ സിസ്റ്റം ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഇത് ഓഡിയോ ആംപ്ലിഫയർ. ഓക്കെ, ഇത് ഓഡിയോ ആംപ്ലിഫയർ, ഇത് RF ആംപ്ലിഫയർ. ഓക്കെ, ഇത് RF ആംപ്ലിഫയർ ആണ്. പിന്നെ ഇത് ഏതാണെന്ന് ചോദിച്ചാൽ ഓഡിയോ പവർ ആംപ്ലിഫയർ. ഇതും എന്താണ്, ഓഡിയോ പവർ ആംപ്ലിഫയർ ആണെന്ന് ഓർത്തിരുന്നാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏതിൽ പറയാനുള്ളത്, നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് പവർ ആംപ്ലിഫയറിൽ പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഒക്കെ ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കി വെക്കാം. ഓക്കെ അല്ലേ? അപ്പം ബാക്കി കാര്യങ്ങൾ നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ നോക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും ഒബ്ജക്റ്റീവ്സ് കുറച്ച് ചെയ്യാം, എന്നാലേ നമുക്ക് ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത് മനസ്സിലാവുള്ളൂ. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് കാണാം കേട്ടോ. ഓക്കെ, ദെൻ താങ്ക് യു.